ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 15ാമത്തെ നോമ്പ്. രാവിലെ അത്താഴത്തിന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിക്കാണ്ട് നിസ്കാരം ഓത്തൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ടാണ്. അതിനുശേഷം ഞാൻ എഴുന്നേൽക്കുന്നത് 8 മണിയായിട്ടുണ്ട്. 8 മണിയായപ്പോൾ എഴുന്നേറ്റ് ഇനി ആകെ ഒരു 3 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് എല്ലാ പണികളും തീർത്ത് വെച്ചിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് പണികളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് പോകുന്നത്. കാരണം വൈകുന്നേരം എന്നെക്കൊണ്ടാവില്ല, ഞാൻ നോമ്പ് തുറക്കാൻ സമയത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതിനുകൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച്, പിന്നെ ഇന്ന് ജ്യൂസിന് നമുക്ക് ജ്യൂസ് മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ പാത്രത്തിലെടുത്തിട്ട് ഞാനത് അടുപ്പിലേക്ക് വെച്ചിട്ടോ. അതിനുശേഷം മുന്തിരി ഫുള്ളും ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മുന്തിരിയും ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടാണ്. കാരണം ഇതിലൊക്കെ പലതും കാണും, നമ്മൾ എപ്പോഴും നല്ല വൃത്തിയാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനിട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ കഴുകി വെച്ച മുന്തിരി ഇല്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ചുകൊണ്ട് കുറച്ച് നേരം വേവുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പണിയെടുക്കാം. കാരണം എല്ലാ പണിയും കൂടി ഒരുമിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോന്ന് കഴിഞ്ഞിട്ട് എടുക്കാൻ നിൽക്കേണ്ട. അപ്പോൾ എനിക്ക് മോൾക്ക് കുറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു, രാഗി 2 സ്പൂൺ എടുത്തിട്ട് ഇതുപോലൊരു ബൗളിൽ 2 സ്പൂൺ രാഗി എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കും. എന്നിട്ട് ഞാനത് ഒരു ചെറിയ ചായ അരിക്കുന്ന അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഞാൻ അവൾക്ക് അരിക്കാണ്ട് കൊടുത്തപ്പോൾ അവൾക്ക് കഴിക്കുമ്പോൾ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവൾ കഴിക്കാൻ അത് കൂട്ടാക്കുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് കൊടുത്തതാണ്. അതിനോണ്ട് തന്നെ അവൾ ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടതാണ് ഇങ്ങനെ അരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ തരിയൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതൊന്ന് കുറുകി വന്നപ്പോഴേക്ക് ഞാൻ അതിലേക്ക് 2 കഷ്ണം നമ്മുടെ പനങ്കൽക്കണ്ടും കൂടി ഇട്ട് കൊടുത്തു. അവൾക്കൊരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ചൂടാറി കഴിഞ്ഞാൽ അവൾ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും ചെയ്യും. അവളത് കുറച്ചേ കഴിക്കുള്ളൂ, ഒരു 2-3 സ്പൂണേ കഴിക്കുള്ളൂ. അത് കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ അവളെ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ ബാക്കി പണിയും കൂടി തീർക്കാൻ വിചാരിച്ചു. എഴുന്നേറ്റിട്ടില്ല. കുറച്ച് തുണികൾ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇളക്കി തോരട്ടു. അപ്പോഴേക്ക് നമ്മൾ ജ്യൂസ് മുന്തിരി തിളച്ച് പൊന്തിയിട്ടുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അത് ഓഫാക്കിക്കാണ്ട് ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് 5 മുട്ട എടുത്തിട്ട് ഞാൻ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിൽ അടുപ്പിൽ വെച്ചു കേട്ടോ. കിച്ചണൊക്കെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്, മൊത്തം ക്ലീനിങ് ആണെന്ന് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ആവശ്യമുള്ള ഉള്ളി ഇട്ട് കൊടുത്തു, സവാള. അത് നല്ലോണം വഴറ്റുന്നതിന് മുന്നേ തന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഓരോന്ന് വഴറ്റി വന്നിട്ട് കൊടുക്കാനുള്ള സമയമൊന്നുമില്ല, ഒരു തട്ടുകൂട്ട് കറിയാണ്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ അത് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും എനിക്ക് ബാക്കി പണികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അത് മൂടി വെച്ചുകൊണ്ട് സിമ്മിലിട്ടുകൊണ്ട് പൈനാപ്പിൾ കട്ട് ചെയ്യാൻ പോയി. പൈനാപ്പിൾ കട്ട് ചെയ്ത് ഒന്ന് കഷ്ണങ്ങളാക്കിക്കാണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിക്കാണ്ട് എന്ത് ചെയ്താൽ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു ബൗളിലേക്ക് ആക്കിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ വൈകുന്നേരം വന്നാൽ ഒരു പാത്രത്തിലേക്കിട്ട് സെർവ് ചെയ്താൽ മാത്രം മതി, ബാക്കി പണിയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം വന്ന് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഒരുപാട് നേരം സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിനിടയിൽ മോളെ കുളിപ്പിക്കാനൊക്കെ ഉണ്ടാവും വൈകുന്നേരം. അപ്പോൾ അത്രയൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കണ്ട് ഒരു ബൗളിലേക്ക് ആക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ മുട്ടക്കറി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിക്കാണ്ട് ഒന്ന് സെറ്റാക്കിക്കാണ്ട് അത് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും മോളും റെഡിയായി എന്താ പറയുക താഴേക്ക് പോവുകയാണ്. കാരണം ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഓളെയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓളെ കുളിയൊക്കെ കഴിഞ്ഞ് കെടുത്തി ഞാനും കുളിച്ച് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയത് കേട്ടോ. പോകുമ്പോൾ തന്നെ കുറേ നേരം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിക്കാണ്ട് ഓളെ ഉച്ചയ്ക്ക് വന്ന് ഷെംകാക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഒരുപാട് ലേറ്റായിട്ടാട്ടോ. ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. കയറി കുഴങ്ങി ക്ഷീണിച്ച അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. കാരണം ഒരുപാട് മേലേക്ക് കയറാനും ഉണ്ട്, നല്ല ക്ഷീണവും ഉണ്ട്. അപ്പോൾ ഞാനിന്ന് വന്നപ്പോൾ കുറച്ച് പലഹാരങ്ങളും അതുപോലെ തന്നെ കഴിക്കാനുള്ള ഇടിയപ്പമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ.
അതിനുശേഷം സമയം നോക്കുമ്പോൾ ഇതേ 6:35 ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ നമ്മളെ ക്ലോക്കിൽ ഒരു 15 മിനിറ്റ് എപ്പോഴും മുന്നിലേക്കാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കൊണ്ടുവന്ന ഇടിയപ്പമൊക്കെ ഞാൻ കാസറോളിലാക്കിയിട്ട് അത് ടേബിളിൽ കൊണ്ടുവച്ചു. അതിനുശേഷം കൊണ്ടുവന്ന പലഹാരങ്ങളും ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തു കേട്ടോ. ക്യാരറ്റ് ബോളുണ്ട്, പഴംബോളുണ്ട്, അതുപോലെ തന്നെ സമൂസ ഉണ്ട്, പിന്നെ ഇറച്ചിപ്പത്തിരി ഉണ്ട്. ഇത് 4 വട്ടം വാങ്ങിച്ചത്. കാരണം നമ്മൾ ഇതൊന്നും കഴിക്കാറില്ല, ഇങ്ങനത്തെ ഒന്നും വാങ്ങിക്കാറില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും നോമ്പ് തുറക്കാൻ പോകുമ്പോൾ കഴിക്കുക എന്നല്ലാതെ നമ്മളിതൊന്നും കഴിക്കാറില്ല. കാരണം നമുക്ക് സാധാരണ ഭക്ഷണങ്ങൾ കഴിക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. മാത്രമല്ല അത് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ വിശപ്പ് മാറാറുണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ വാങ്ങാറില്ല. അപ്പോൾ ഇന്ന് എനിക്കൊരു കൊതി ഇതൊക്കെ ഒന്ന് വാങ്ങിയാലോ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ്. നമ്മൾ നോമ്പ് വന്നേരം ഫസ്റ്റ് ആയിട്ടാണ് നമ്മളെ വീട്ടിൽ പലഹാരമൊക്കെ കൊണ്ടുവരണം. അതിന് ശേഷം ഞാൻ ബത്തക്കവെള്ളം 2 ഗ്ലാസ്സിലെടുത്തു. ബത്തക്കവെള്ളം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഷെമി ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും എടുക്കണില്ല, അങ്ങനെ ബത്തക്കവെള്ളം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് കേട്ടോ. ഗ്രേപ്സ് ജ്യൂസ് ഞാൻ മൂപ്പരെ അടിച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചതായിരുന്നു. ചിലപ്പോൾ കുട്ടി കരഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് അരിച്ച് വെച്ചതാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിച്ചപ്പോഴേക്ക് അത് അരിച്ചതല്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ ടേബിളിൽ അതൊക്കെ കൊണ്ടുവച്ച്. പിന്നെ നമുക്ക് ഇന്ന് നോമ്പെറുക്കാനുള്ളത് എന്താ വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അതിനുശേഷം നോമ്പെറുക്കാണെങ്കിൽ ഇടിയപ്പം ഉണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു, അതുപോലെ കട്ടൻ ചായ, ജ്യൂസ്, ബത്തക്കവെള്ളം, പിന്നെ പലഹാരങ്ങൾ, പിന്നെ ഇന്നലത്തെ ഒരു കഷ്ണം ബ്രോസ്റ്റും ഉണ്ടായിരുന്നു. അതിനുശേഷം നോമ്പ് കയറുന്ന നമ്മൾ വെള്ളവും ഈത്തപ്പഴമൊക്കെ കഴിച്ച് ബത്തക്ക ജ്യൂസ് കുടിച്ചു. പിന്നെ നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു. ഇതൊക്കെ കുടിച്ചപ്പോൾ വയറിന് നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് കഴിക്കലായിരുന്നു. ഇന്ന് വാങ്ങിച്ച പലഹാരങ്ങളൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. നിസ്കാരവും ഓത്തൊക്കെ കഴിച്ചു. നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഷെമിൻ്റെ സിസ്റ്റർ വിളിച്ചിരുന്നു. അപ്പോൾ അവളോട് കുറച്ച് നേരം സംസാരിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിക്കാണ്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്.